ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തന പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ 2 ഭാഗ്യവാന്മാരെ കുറിച്ച് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഒന്ന്, ലംഘനത്തെ ക്ഷമിച്ചും പാപത്തെ മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. രണ്ടാമത്തെ ഭാഗ്യവാൻ, ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലവിധമാവുന്ന തെറ്റുകളും കുറ്റങ്ങളും പാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല തെറ്റുകൾ വരാറുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്ത് ഓരോ ദൈവസഭയിൽ കയറി നിന്നുകൊണ്ട് ഞാൻ തന്നെയാണ് വിശുദ്ധനെന്ന് പ്രസ്താവിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എന്നാൽ ഇന്ന് ബൈബിൾ പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തന് പോലുമില്ല. 143-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ദാവീദ് പറയുകയാണ്, അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ, ജീവനുള്ളവരാരും തിരുസന്നിധിയിൽ നീതിമാനാകയില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ യേശു കർത്താവല്ലാതെ മറ്റൊരു വ്യക്തി, ഒരു മനുഷ്യൻ ഒരിക്കൽ നീതിമാനാകുകയില്ല. ഒരു ചെറിയ തെറ്റങ്ങളില്ലാത്ത മനുഷ്യന്മാർ ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തെറ്റും കുറ്റങ്ങളെല്ലാം ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് 32-ാം സങ്കീർത്തനം പറയുന്നത്, ലംഘനത്തെ ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ ജീവിതത്തിൽ ലംഘനം ഉണ്ടാവും, പാപം ഉണ്ടാവും. എന്നാൽ അത് മറച്ചു കിട്ടണമെങ്കിൽ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യഹോവ അകൃത്യം കണക്കിടാതെയും. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ കുറേശ്ശെ വരും, കുറ്റങ്ങൾ വരും. എന്നാൽ ദൈവം നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയേണ്ടതിന്, ആ തെറ്റുകളെ ദൈവം ഓർക്കാതിരിക്കേണ്ടതിന് നാം എന്ത് ചെയ്യണം? അവിടെ വായിക്കുന്ന പോലെ ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റൊരു വ്യക്തി ഒരു തുള്ളി കണ്ണീര് വീഴുവാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മൾ കാരണം ആരെയും ഹൃദയം വേദനപ്പെടാൻ അനുവദിക്കരുത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 17-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മളെ ഹൃദയം കപടമില്ലാത്ത, മറ്റുള്ളവരെ വേദനപ്പെടുത്താത്തൊരു ഹൃദയമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സകല പാപങ്ങളും ദൈവം നമ്മോട് ക്ഷമിക്കും. ഒരു വചനം ഞാൻ പരിചയപ്പെടുത്തുകയാണ്. മത്തായി സുവിശേഷം അതിൽ പറയുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കാണും.